താൽക്കാലിക വിസ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ വിധി പ്രസ്താവം നമ്മൾ കേട്ടതാണ്. അതിനെതിരെ ആ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ചാൻസലർ കൂടിയായ ഗവർണർ എന്ത് നടപടി സ്വീകരിച്ചു എന്നും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഏതായാലും സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാനായി മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താനൊരുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സുലേഖ ശശികുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. ഈ കൂടിക്കാഴ്ചയുടെ സാഹചര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. സർക്കാരിന്റെ നിലപാട് കൃത്യമായി തന്നെ വ്യക്തമാക്കുക, സർവകലാശാല ചട്ടം കൃത്യമായി പാലിക്കുക, സർവകലാശാല ചട്ടത്തിനനുസരിച്ച് മാത്രമേ നിയമനം നടത്താനാകൂ. സർക്കാർ മുന്നോട്ട് വെച്ച പാനലിൽ നിന്ന് ഇനി ഏതെങ്കിലും തരത്തിൽ ആ പാനലിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് സർക്കാരുമായി കൂടിയാലോചിച്ച് ചെയ്യാം എന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഇന്ന് മന്ത്രിമാർ അവിടെ വ്യക്തമാക്കൂ അല്ലേ? ഗവർണറുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇതായിരിക്കും മെയിനായിട്ട് അജണ്ടയായിട്ട് വരാൻ പോകുന്നത്. തീർച്ചയായും വിനിഷ അത് തന്നെയാണ്. ഇത്തരത്തിൽ സുപ്രീം കോടതി ഒരു തരത്തിലുള്ള ഒരു വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് നിയമമന്ത്രി പി രാജീവും അതിനൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് രാവിലെ 10:30-ക്കാണ് ഈ കൂടിക്കാഴ്ച നടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ടുള്ള VC വേണമെന്നത് തന്നെയാണ് ആവശ്യം. ഈ സ്ഥിര VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തന്നെയാണ് ഇന്ന് നടക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ സർവകലാശാലകളിൽ ഈ താൽക്കാലിക VCക്ക് പുറമെ ഇത്തരത്തിൽ സ്ഥിരം VC നിയമനം നടക്കണം. അത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണം എന്നത് തന്നെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ KTUവിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഈ സർക്കാർ പാനലിൽ നിന്ന് പുറത്തുള്ള ആളുകളെ താൽക്കാലിക VCയായി ഗവർണർ നിയമിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. ഇതിൽ സ്ഥിരം VC നിയമനം നടത്തണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് സർക്കാർ നൽകുന്ന പാനലിൽ സമവായത്തോടു കൂടി തന്നെ കൃത്യമായ ചർച്ചകളിലൂടെ തന്നെ ഈ സർക്കാർ നൽകുന്ന പാനലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിൽ അത് ചർച്ചകളിലൂടെ നടത്താമെന്നുള്ളൊരു കാര്യം തന്നെയാണ് സർക്കാരും വ്യക്തമാക്കുന്നത്, സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമമന്ത്രി പി രാജീവും അതിനൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമാണ് പങ്കെടുക്കുന്നത്. ഇതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമനം അത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു. ആദ്യം ഹൈക്കോടതി ഇത് ശരിവെച്ചിരുന്നു. ഇത്തരത്തിൽ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ഇതൊരിക്കലും ബാധിക്കരുത്, വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഒരു തരത്തിലും ബാധിക്കരുത് എന്നുള്ളതൊക്കെ തന്നെയും ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു. ആ ഒരു കാര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് നടക്കുന്ന ചർച്ച എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ സർവകലാശാലകളിൽ നിലവിലിപ്പോൾ ഒരു സർവകലാശാലയും സ്ഥിരം VC ഇല്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സ്ഥിരം VC അത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് തന്നെ ആകണമെന്നുള്ളൊരു നിരീക്ഷണം, സുപ്രീം കോടതി നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ സർക്കാരിന്റെ പാനലിൽ അത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ചയാകുമെന്നുള്ളത് തന്നെയാണ് വിനീഷ.